പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കത്തോലിക്ക സഭയിൽ തിരുത്തി എന്നൊക്കെ ചിലർ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. മാതാവ് മധ്യസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യം ഇപ്പം സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമറിയം സത്യമായും മധ്യസ്ഥയാണ്. അവൾ നമുക്ക് വേണ്ടി പരിശുദ്ധ ത്രിത്വത്തിന്റെ മുമ്പിൽ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നവളാണ്. അമ്മ മാധ്യസ്ഥ്യം അപേക്ഷിക്കുമ്പോൾ ഈശോ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലെ ഏക മധ്യസ്ഥനായി മാറും. ഈ വ്യത്യാസം മാത്രമേ ഈ തിരുസഭ നമ്മളെ പഠിപ്പിച്ചുള്ളൂ. അത് കണ്ടപ്പോഴത്തേക്കും കുറെ പന്തക്കുസ്താക്കാരും യഹോവ സാക്ഷികളും എല്ലാം കൂടെ ചാടി വീണു. ഞങ്ങൾ ഇത് തന്നെയല്ലേ പണ്ടേ പറഞ്ഞതല്ലേ മാതാവിന് പ്രാധാന്യമില്ല എന്നും പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അത് കേട്ട് കുറെ ക്രിസ്ത്യാനികളും കൊന്ത ചെല്ലണോ പിതാവ്, ഇനി തൊട്ട് ചൊല്ലാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെയും ഫോൺ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കേൾക്കാനിരിക്കുകയാണ്. ഇത് ഈ പ്രാർത്ഥനയൊക്കെ നിർത്താൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സത്യമായും നമുക്ക് മധ്യസ്ഥയാണ്. അവൾ രക്ഷാകര ചരിത്രത്തിൽ മിശിഹായോട് സഹകരിച്ചവളാണ്. അത് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഈ സഹകാരിണി എന്ന അർത്ഥത്തെക്കാളും കൂടുതൽ അവിടെ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇതാണ് ഹോമിൽ നിന്നുള്ള രേഖ പറഞ്ഞത്. പരിശുദ്ധ അമ്മ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നിറവേറപ്പെടുന്നത്? വേറെ ആരെങ്കിലും വഴി നിറവേറ്റാൻ ദൈവത്തിന് പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയും പറ്റുമായിരുന്നു, ദൈവത്തിനെല്ലാം പറ്റും. പക്ഷേ ദൈവം തീരുമാനിച്ചു നസ്രത്തിലെ ഈ കന്യകയിൽ നിന്നിലൂടെ വേണം തന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനെന്ന് ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാകര പദ്ധതിയിലുള്ള സഹകാരിണി എന്ന സ്ഥാനം തിരുസഭ എല്ലാ കാലത്തും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമാണ്. സഹരക്ഷകയാണ് അവളെന്ന് സഭ ഒരിക്കലും ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. അമ്മയെക്കുറിച്ച് 4 സത്യങ്ങളെ തിരുസഭ പഠിപ്പിച്ചിട്ടുള്ളൂ. അവൾ അമലോത്ഭവയാണ്, അവൾ നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്, ദൈവമാതാവാണ്.